സുപ്രഭാതം, ഗുഡ് മോർണിംഗ് സഹോദരി സഹോദരന്മാരെ. ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. അപ്പോൾ ഇന്നലെ ഫിഫ വേൾഡ് കപ്പ് മഹാമഹം അല്ലെ ലോക ഫുട്ബോൾ ഉത്സവത്തിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ രണ്ട് കളികളാണ് ഇന്നലെ കഴിഞ്ഞത്. അതിൽ ആദ്യത്തെ കളി രാത്രി നട്ടപ്പാതിരാക്ക് ബ്രസീൽ നോർവേ ആയിരുന്നു. നോർവേ 2 ഗോളടിച്ചു, ബ്രസീൽ 1 ഗോളടിച്ച് തോറ്റു. ബ്രസീലിൻ്റെ കളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ശോചനീയമായിട്ട് തോന്നി. അവരുടെ മൊറോക്കോ ആയിട്ടുള്ള കളി ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നെങ്കിലും അത് ഡ്രോ പിടിക്കാൻ അവർക്ക് പറ്റിയായിരുന്നു. പിന്നീട് നടന്ന 3 കളികളും പിന്നെ ജപ്പാന് റൗണ്ട് ഓഫ് 32 ജപ്പാന് എതിരായി കളിച്ചു 3-0. മീൻസ് പിന്നീടുള്ള എല്ലാ കളികളും 3 ഗോളിലാണ് അവർ ജയിച്ചേക്കുന്നത്. കളി കണ്ടവരെല്ലാവരും ബ്രസീൽ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് തോന്നിയത്. ഇന്നലെയാണെങ്കിൽ ആദ്യം തന്നെ അവർക്കൊരു പെനാൾട്ടി കിട്ടിയതാണ്. ആ പെനാൾട്ടി പോലും അവർക്ക് അടിച്ച് പോസ്റ്റ് കയറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു ഗതികേടാണ്. ഇത് 1982 വേൾഡ് കപ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 1982 വേൾഡ് കപ്പിൽ ഈ നോർമൽ പ്ലേ ടൈമിൽ ഒരു പെനാൾട്ടി കിട്ടിയായിരുന്നു. മിഷേൽ പ്ലാറ്റിനിയുടെ ഫ്രാൻസിനെതിരായിട്ടായിരുന്നു അന്ന് കളി. ക്വാർട്ടർ ഫൈനലായിരുന്നു. അന്ന് സീക്കോ ആ ഗോളടിച്ച് പുറത്ത് കളഞ്ഞു. സീക്കോ ആ സമയത്ത് ഏറ്റവും വലിയ കളിക്കാരനാണ്. ആ വർഷം 82 കളിക്കണ വേൾഡ് കപ്പ് കളിക്കണ ഏറ്റവും ഫേവറേറ്റ്, ഇപ്പം ഇന്ന് ഫ്രാൻസ് എന്ന് പറയണ പോലെ അന്ന് ഏറ്റവും ഫേവറേറ്റ് ടീമായിരുന്നു ബ്രസീൽ. എല്ലാ ഇടിവെട്ട് കളിക്കാരും അതിനകത്തുണ്ട്. സീക്കോ, സോക്രട്ടീസ്, കരേക്ക, അങ്ങനെ എല്ലാവരും. ആ കളിയിൽ അവർ ഫ്രാൻസായിട്ട് തോറ്റു. മിഷേൽ പ്ലാറ്റിനി ആയിരുന്നു ഫ്രാൻസിൻ്റെ ക്യാപ്റ്റൻ. സീക്കോ, അതായത് കിക്കെടുത്ത സീക്കോ അത് പുറത്തോട്ട് അടിച്ചു കളഞ്ഞു. ഇന്നലത്തെ കളിയിൽ പുറത്തൊന്നും പോയില്ല. നോർവേയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതോടെ അവരുടെ അടി തെറ്റി. അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയല്ല വരണ്ട. 1-0 ബ്രസീൽ മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനൊക്കെ നോർവേ ഇന്നലെ കളിച്ച രീതിയിൽ കളിച്ചാലൊന്നും പറ്റത്തില്ല. അവസാനം പിന്നെയും ഒരു പെനാൾട്ടി കിട്ടി. നോർവേ വളരെ പരുക്കനായിട്ടുള്ള കളിയാണ്. ഫൗള് കളി, എന്താ പറയണേ, ഇന്നലത്തെ 2 കളികളും ഭയങ്കര ഫൗള് നിറഞ്ഞ കളികളായിരുന്നു. ഇതിനേക്കാളും മോശമായിരുന്നു രണ്ടാമത്തെ കളി. അപ്പോൾ ബ്രസീൽ തോറ്റു. ബ്രസീലിൻ്റെ ആരാധകർക്കും നെയ്മറിൻ്റെ ആരാധകർക്കും ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ബ്രസീലിന് ഈ പ്രാവശ്യം വലിയ സ്കോപ്പൊന്നുമില്ല. മാക്സിമം ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തുമെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് ക്വാർട്ടർ ഫൈനൽ പോലും എത്താൻ പറ്റിയില്ല. പ്രീ ക്വാർട്ടറിൽ ഔട്ടായി. അതിൻ്റെ കളിക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അയാളുടെ ആ ടീമിൻ്റെ കോച്ചിനായിരുന്നു എല്ലാവരും ഇത്ര നാളും പൊക്കിക്കൊണ്ടു നടന്നത്. ഒരിക്കലും ബ്രസീൽ പോലുള്ളൊരു ടീമിന് ബ്രസീലുകാരനല്ലാത്തൊരു കോച്ചിങ് നടത്തിയിട്ട് അവർ ഒരു വേൾഡ് കപ്പിലും ഒന്നും നേടിയിട്ടില്ല. പിന്നെ ബ്രസീലിൻ്റെതായിട്ടുള്ളൊരു കളിയുണ്ട്. അവരുടെ ശൈലി, ഈ സാമ്പാ താളത്തിൽ കളിക്കണ കളി, അത് ഈ പുറത്തുനിന്ന് തന്നെ യൂറോപ്യൻ കോച്ചുമാർ നശിപ്പിച്ച് പണ്ടാരം ഉടക്കും. ബ്രസീലിൻ്റെ കോച്ച് അത് നശിപ്പിച്ചെന്നാണ് ഞാൻ പറയണത്. അത് തുടക്കത്തിലേ പറഞ്ഞു. ബ്രസീലിൻ്റെ കളി മാറി യൂറോപ്യൻ സ്റ്റൈലിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയാൾ ഈ റിയൽ മാഡ്രിഡിൻ്റെ ഒക്കെ കോച്ചാണ്. അയാൾ ഒരുവിധമുള്ള ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളിലും കോച്ചായിട്ടിരുന്നിട്ടുണ്ട്. അയാൾ കപ്പ് അടിച്ചിട്ടുണ്ട്. ക്ലബ്ബ് ഫുട്ബോൾ വേറെ, വേൾഡ് കപ്പ് വേറെ. വേൾഡ് കപ്പിൽ ബ്രസീലിന് അതിൻ്റെ തനതായിട്ട് ഒരു കേളി ശൈലിയുണ്ട്.
അതുകൊണ്ടാണ് ബ്രസീലിന് ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ബ്രസീൽ ടീമിനാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീലിൻ്റെ കളിക്കണ ശൈലിയാണ്. ആ ശൈലി അവർ ഇപ്രാവശ്യം കളിച്ചിട്ടേ ഇല്ല. എങ്ങനെയോ കഴിഞ്ഞ കളി വരെ അവർ ജയിച്ചു, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 1950 വരെയും ബ്രസീൽ ജയിക്കാണ്ടിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരുടെയും കളി കണ്ടിട്ട് അത് ഫോളോ ചെയ്യണമായിരുന്നു. 1950 ബ്രസീലിൽ തന്നെ നടത്തിയ വേൾഡ് കപ്പിൽ അവരുടെ മറാക്കാന സ്റ്റേഡിയത്തിൽ ഫൈനലിൽ അവർ തോറ്റുപോയി. ഉറുഗ്വേയാണ് ജയിച്ചത്. ആ വേൾഡ് കപ്പിൽ ബ്രസീലിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതേപോലത്തെ ഒരു ടീമായിരുന്നു അന്ന്. ഈ പറയണ പോലെ എന്താ പറയണ ഗ്രൂപ്പ് സ്റ്റേജ്, അത് കഴിഞ്ഞ് നോക്കൗട്ട്, അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ പോലെയുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാ ടീമുകളും തമ്മിൽ പരസ്പരം കളിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർ ജയിക്കും. 1950 ഫൈനൽ പോലെ കളിച്ച ആ കളി ബ്രസീലും ഉറുഗ്വേ ഏറ്റവും കൂടുതൽ പോയിന്റുള്ള രണ്ടുപേരെ കളിക്കണം. അതിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ ബ്രസീൽ ആ കളി ഡ്രോ പിടിച്ചാൽ മാത്രം മതിയായിരുന്നു, ജയിക്കും. പക്ഷേ ഉറുഗ്വേ അവരെ തോൽപ്പിച്ച് അവരുടെ രാജ്യത്ത് നടന്ന ആദ്യത്തെ വേൾഡ് കപ്പിൽ അവർ കരഞ്ഞു. അവർക്കന്ന് വെളുത്ത കളറിൽ, അതായത് വൈറ്റ് ആയിരുന്നു അവരുടെ ജേഴ്സി. പിന്നീട് അവർ ആ വൈറ്റ് ജേഴ്സി ഉപയോഗിച്ചിട്ടില്ല, പിന്നെയാണ് മഞ്ഞയിലോട്ടൊക്കെ വന്നത്. അതിനുശേഷം അവരുടെ തനതായിട്ടുള്ള കളി, അവരുടെ നാട്ടിൽ കളിക്കുന്ന കളി കളിച്ച് പിന്നീട് 3 വേൾഡ് കപ്പ് ഒരുമിച്ച് നേടി പെലേൻ്റെ കാലത്ത്. അതിനുശേഷം പിന്നെയും 3 പ്രാവശ്യം വേൾഡ് കപ്പ് നേടി. 2002 അവർക്ക് ലാസ്റ്റ് വേൾഡ് കപ്പ് കിട്ടിയേക്കണേ. അതിനുശേഷം അവരുടെ കളി മൊത്തം മാറിപ്പോയി. ശരിയാണ്, ബ്രസീലിൻ്റെ എല്ലാ പ്ലെയേഴ്സും ഫേമസ് ആണ്. എല്ലാവരും ഈ പറയണ വേൾഡിലുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ടൂർണമെൻറ്റുകളിലും, ഇംഗ്ലീഷ് പ്രീമിയർ ആയാലും, സ്പാനിഷ് ലീഗ് ആയാലും, ഇറ്റാലിയൻ ലീഗ് ആയാലും, ബുണ്ടസ് ലീഗ് ആയാലും, ഫ്രാൻസിൻ്റെ ലീഗ് ആയാലും എല്ലായിടത്തും കളിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ബ്രസീലിൽ തന്നെ, ഇപ്പം നെയ്മറൊക്കെ അവസാനം ബ്രസീലിലെ സാൻഡോസിന് വേണ്ടി കളിക്കണേ. പെലെയൊക്കെ സാൻഡോസിനാണ് കളിച്ചേക്കണേ. പക്ഷേ ഈ പുറത്ത് പോകുന്ന ആൾക്കാർ അവരുടെ കളി മാറിയിട്ട് അത് തിരിച്ചു വന്ന് കൂടുതലും അവർ കളിക്കണ വെളിയിലാണ്. അപ്പോൾ നാട്ടിൽ അവർ കളിച്ചു വളർന്ന അവരുടെ ആ കേളി ശൈലി മാറുക. ബ്രസീലിലെ കോച്ചൊക്കെ തന്നെയാണ്, അതിൽ തന്നെ അവരെ ചെയ്യിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും. പക്ഷേ ഒരു യൂറോപ്യൻ കോച്ച് വന്നാൽ, അതും പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ക്ലബ്ബുകളെ കോച്ച് ചെയ്യുന്ന ആൾക്കാർ വന്ന് കോച്ച് ചെയ്താൽ ബ്രസീലിൻ്റെ തനതായ കളി അങ്ങോട്ട് പോകും. അവർ യൂറോപ്യൻകാരെ പോലെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീനെ പോലെ അങ്ങനെയൊക്കെ തോന്നണ പോലെ കളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കറിയില്ല, ഇനി പയ്യെ ആ കാലങ്ങളൊക്കെ മാറും. കളി എന്നുള്ളത് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു എന്താ പറയണ യുദ്ധം പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോളിൻ്റെ ഭംഗി തന്നെ പോകും. അതാണ് ഇവിടെ സംഭവിച്ചേക്കണമെന്നാണ് തോന്നണത്. ബ്രസീൽ ഇറക്കിയ ഫസ്റ്റ് 11 തന്നെ ഒട്ടും സൂട്ടായിട്ടുണ്ടായിരുന്നില്ല. അതെന്തും ആയിക്കോട്ടെ, ബ്രസീൽ തോറ്റു. ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ വരെ മാക്സിമം പോകുമെന്ന് വിചാരിച്ചത്, അതിന് ഒരു പിടി മുമ്പ് തോറ്റു. അത് നോർവേ പോലെയുള്ള ഒരു ടീമായിട്ട് തോക്കാനും കാരണം അവർ ആദ്യം തന്നെ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് പായാക്കി. പിന്നെ അവരുടെ പ്ലേയിങ് 11 ഒട്ടും ശരിയായില്ല. പലരും വളരെ നിറം ഭംഗിയുള്ള കളിയായിരുന്നു കളിച്ചത്. എന്തായാലും നോർവേ ഭയങ്കര പരുക്കൻ കളിയാണ്. ഇങ്ങനെയുള്ള കളി നമുക്ക് കാണാൻ ഇഷ്ടമല്ല. നോർവേ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബോൾഡ് പൊസിഷൻ എല്ലാം അവർക്ക് തന്നെയായിരുന്നു. ബ്രസീൽ മാക്സിമം ട്രൈ ചെയ്യുന്നു ഗോളടിക്കാൻ, പക്ഷേ ഫെയിലായി. പല ഗോളുകളും നോർവേയുടെ ഗോൾ കീപ്പർ വളരെ ഗംഭീരമായിട്ട് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടു നോർവേ. ബ്രസീൽ ഫാൻസുകാർക്ക് ഇത് സഹിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ഞാനും ഒരു ബ്രസീലിൻ്റെ ഫുട്ബോൾ കളി ആ രീതി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. രണ്ടാമത് നടന്ന കളി മെക്സിക്കോയും ഇംഗ്ലണ്ടുമാണ്. എന്താ പറയണത്, ഫൗളും ഒക്കെ ആയിട്ട് ആകെ അലമ്പ് കളിയായിരുന്നു. ഇതിനു മുമ്പ് ഏത് കളിയാണ്, പരാഗ്വേ ഫ്രാൻസ് ആയിട്ടുള്ള കളി. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വൃത്തികെട്ട കളി കളിച്ചത് പരാഗ്വയാണ്. പരാഗ്വയൊക്കെ കളി തന്നെ നശിപ്പിക്കുക, ഫൗൾ ചെയ്യുക, ഓപ്പണൻ്റ് പ്ലെയേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുക.
അവർക്ക് കളിച്ച് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. കഷ്ടം. അതേപോലത്തെ ഒരു കളിയാണ് ഇംഗ്ലണ്ടും മെക്സിക്കോയും തമ്മിലുള്ള കളിയിലും കണ്ടത്. അവർക്കൊരു റെഡ് കാർഡ് വരെ കിട്ടി. അതും മെക്സിക്കോയിലെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് അവിടെയുള്ള കംപ്ലീറ്റ് കാണികളും ഒച്ചപ്പാടും അവിടെ ഉണ്ടാക്കിയിട്ട് റഫറി അതിന് റിവ്യൂ എടുക്കാൻ നിർബന്ധിതരായി അവസാനം പോയി റിവ്യൂ എടുത്തിട്ട് കൊടുത്തതാ. അല്ലാതെ കൊടുക്കാത്ത ഫൗളുകളൊക്കെ ഉണ്ട്. അതെന്തും ആയിക്കോട്ടെ, വളരെ ടൈറ്റായിട്ട് രണ്ട് ടീമും നന്നായിട്ട് കളിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ഭാഗ്യത്തിൽ ഒരു 2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ചടചടയെന്നും പറഞ്ഞ് 2 ഗോളങ്ങാട് കയറി. അതിനുശേഷം മെക്സിക്കോ ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. അവരെ കൊണ്ട് പറ്റാവുന്നതൊക്കെ അവർ ശ്രമിച്ചു. അങ്ങനെ ഇംഗ്ലണ്ട് ജയിച്ചു 3-2. അപ്പോൾ ഇന്നലെ നടന്ന 2 കളിയും അട്ടിമണിയായിരുന്നു. എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ ബ്രസീലിനാണ് അടിച്ചു കൊടുത്തിരുന്നത്. നോർവേ ഉള്ള പോലെയുള്ള ഒരു ടീം, സെനഗലിനെയൊക്കെ റെഫറിയുടെ കെയർ ഓഫിൽ പ്രീ ക്വാർട്ടറിൽ കയറി വന്ന ടീമാണ്. അങ്ങനെയുള്ള ടീമൊക്കെ ജയിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചീറ്റിങ് നടത്തി റെഫറിയുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ റെഫറി കാണാണ്ട് പോയിട്ടോ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അതൊരു അട്ടിമറിയായിരുന്നു. മെക്സിക്കോ ഇംഗ്ലണ്ട് കളിയിൽ മെക്സിക്കോ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഇതുവരെയുള്ള ഈ വേൾഡ് കപ്പിലുള്ള കളിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് മെക്സിക്കോനെ തോൽപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ജയിച്ചു. അപ്പോൾ രണ്ടും എൻ്റെ രീതിയിൽ പറഞ്ഞ അട്ടിമറിയാണ്. ഇംഗ്ലണ്ട് ജയിച്ചതും നോർവേ ജയിച്ചതും. അപ്പോൾ ഈ വേൾഡ് കപ്പ് അട്ടിമറികളിലെ തുടക്കം മുതലേ അട്ടിമറികളുണ്ട്. അപ്പോൾ ഇതും വന്നു. ഇനി ഇംഗ്ലണ്ട് നോർവേയും കൂടിയുള്ള കളിയായിരിക്കും. എന്തായിരിക്കും എന്ന് കണ്ടറിയാം. ക്വാർട്ടർ ഫൈനലിൽ അതായിരിക്കും വരാൻ പോണത്. ഇന്ന് നടക്കാൻ പോണ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രാവിലെയാണ്. എന്താ കളിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക, അർജൻറ്റീന പോലെയുള്ള വലിയ ഫിഫയുടെ അവർക്ക് ഇഷ്ടപ്പെട്ട ടീമുകൾ അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രീസ്, അവരുടെയൊക്കെ കളി എപ്പോഴും വെയിലില്ലാണ്ട് രാത്രി നടക്കണത്. നമ്മളിവിടെ രാവിലെ കാണണമെങ്കിലും കണ്ടു ഈ പറയണ എന്താ പറയണ ഫിഫ ഇതിൽ കുറേ ഫേവർ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ആൾക്കാരും നട്ടുച്ച വെയിലത്ത് കളിക്കുക. ഫിഫക്ക് ഇഷ്ടപ്പെട്ട കുറേ ടീം, അതിലൊന്ന് അർജൻറ്റീനയാണ്. പിന്നെ മെക്സിക്കോ, USA, കാനഡ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഹോസ്റ്റ് കൺട്രിയാണ്. നാച്ചുറലി അവിടെയുള്ള ആ ഒരു പ്രിവിലേജ് അവർക്ക് കിട്ടും. പക്ഷേ അല്ലാതെ യൂറോപ്യൻ ടീമുകളൊക്കെ കളിക്കുന്നത് നല്ല കംഫർട്ടബിളായിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന പോലെ USA നല്ല ചൂടാണ്. അപ്പോൾ നട്ടപ്പോൾ പകൽ കളിക്കണമെന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ വർഷം മുതൽ എന്താ പറയണ ഹാഫ് ടൈമിന് മുമ്പും ഹാഫ് ടൈമിന് ശേഷമൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഡീഹൈഡ്രേഷൻ ബ്രേക്ക് കൊടുത്തേക്കണം. രാത്രി കളിക്കണവർക്ക് കുറേ കൂടി കംഫർട്ടബിളാണ്. അപ്പോൾ ഇന്ന് രാത്രിയല്ല, നാളെ രാവിലെ 5:30 USA ബെൽജിയം കളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽജിയം കയറി വന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അത് കാരണം ബെൽജിയം ജയിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. USA രണ്ടാമത് അവരുടെ നാട്ടിൽ കളിക്കുന്നതാണ്. അപ്പോൾ USAക്കാണ് ഞാൻ അടിച്ച് കൽപ്പിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അർജൻറ്റീന, ഈജിപ്റ്റ് തമ്മിലുള്ള കളിയാണ്. നാളെ രാവിലെ 9:30. അപ്പോൾ അത് കാണാൻ പറ്റത്തില്ല, അതൊരു പ്രശ്നമാണ്. അതിൽ അർജൻറ്റീന തന്നെ ജയിക്കും. പിന്നീട് ഒരു ലെവലും കൂടി ഉണ്ടാവുള്ളൂ കളി എന്ന് തോന്നണം. അപ്പോൾ ആ കളിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രാൻസും മൊറോക്കോ ഓൾറെഡി ക്വാർട്ടർ ഫൈനലിൽ വന്നിട്ടുണ്ട്. USA ബെൽജിയത്തിൽ നിന്ന് ജയിക്കണവർ മിക്കവാറും USA തന്നെ വരും. പോർച്ചുഗൽ, സ്പെയിൻ, അതിൽ സ്പെയിൻ വരും. അപ്പോൾ USA സ്പെയിൻ ആയിരിക്കും അടുത്ത ക്വാർട്ടർ തന്നെ. അറിയില്ല പോർച്ചുഗൽ സ്പെയിനിൽ ആര് ജയിക്കുമെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ സ്പെയിനാണ് ചാൻസ്. ബ്രസീലിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ഗ്രൂപ്പിൽ നിന്ന് നോർവേ ആൻഡ് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ വന്ന് ഇന്ന് നടക്കുന്ന കളിയിൽ ഈജിപ്റ്റാണ് അർജൻറ്റീന ആണെന്ന് മനസ്സിലാവും. അവർക്കെതിരെ വരാൻ പോണത് സ്വിറ്റ്സർലാൻഡ്, കൊളംബിയയിൽ ആരാ ജയിക്കണമെന്നാണ്.
ചെറിയ അടിച്ചുള്ളത് സ്വിറ്റ്സർലാൻഡിനാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് അർജൻറ്റീന വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നാളത്തെ കളി കണ്ടിട്ട് പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നല്ല നമസ്കാരം.